നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഭരണനിർവഹണത്തിൽ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത് തുടരണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ബാൻഡ് സെറ്റ് മത്സരത്തോടെ ആലപ്പുഴ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന സന്ദേശം ഉയർത്തി പൊതുജനങ്ങൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാറുന്നതല്ല ദാരിദ്ര്യം. ദാരിദ്ര്യം മാറ്റാനുള്ള നടപടികളാണ് വേണ്ടത്. പ്രഖ്യാപനങ്ങൾ ആ നടപടികൾ നമ്മൾ കലാകാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമ്പൂർണ്ണതയ്ക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് മാത്രമല്ല, ഇത് പാപങ്ങൾക്കെതിരായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ സഹായം അതിദരിദ്രരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സഹായം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇത് വരുമോ എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് മാത്രമല്ല, പാവങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് അതിനെ കാണാൻ കഴിയുകയെന്നും അതിദരിദ്രരായവർക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന പലവിധ സഹായങ്ങൾ ഇല്ലാതാക്കാനേ ഇപ്പോഴത്തെ പ്രഖ്യാപനം കൊണ്ട് കഴിയൂ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപനം കൊണ്ട് മാത്രം ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുവാനാകില്ല എന്നും ദാരിദ്ര്യം മാറ്റിയെടുക്കുവാനുള്ള ഫലപ്രദമായ ഒരു നടപടിയും സർക്കാരിന് സ്വീകരിക്കാനായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണനിർവഹണത്തിൽ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത് തുടരണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മലയാള ഭാഷയെ ഉയർത്തിപ്പിടിക്കുവാനും ഭരണപരമായ ആശയവിനിമയങ്ങളിലും ഭരണനിർവഹണത്തിലും മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാനുമുള്ള ശ്രമങ്ങൾ ഇനിയും തുടരണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. മലയാള ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസത്തെ യാഥാർത്ഥ്യമായ ഒരു കേരളത്തെ പ്രഖ്യാപിക്കുന്ന സമയം ഇവിടെ കഴിഞ്ഞ 4 വർഷത്തെ ഒരു സാക്ഷാത്കാരം കൂടിയാണ് നമുക്കറിയാവുന്ന ഒരു കേരള ഫാമിലികളായിട്ട് 2024 വർഷമായിട്ട് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ സകല മേഖലകളിലും രാജ്യത്ത് ഇന്ന് കേരളം മുന്നിട്ട് നിൽക്കുകയാണെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സാഹിത്യകാരൻ ഫ്രാൻസിസ് നൊറോണ മുഖ്യാതിഥിയായി. മലയാള ഭാഷ ശക്തമായ വാക്കുകളുടെ ബൃഹത്തായ കൂട്ടായ്മയാണെന്നും അതിലേക്ക് ഇനിയും സംഭാവനകൾ നൽകുവാൻ സർക്കാർ ജീവനക്കാരെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരുപോലെ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ ADM ആശാ C എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഫ്രാൻസിസ് നൊറോണയെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ADM ജീവനക്കാർക്ക് ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KV രതീഷ്, ഇൻഫർമേഷൻസ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി M സുമരാജ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ PS സജിമോൻ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളഗാനം അവതരണം, സാഹിത്യ കിസ് എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടത്തി. ബാൻഡ് സെറ്റ് മത്സരത്തോടെ ആലപ്പുഴ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ഈ മാസം 5-ന് രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ ലിയോ 13 സ്കൂൾ ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിക്കും. ബാൻഡ് സെറ്റ് മത്സരത്തോടെ ആലപ്പുഴ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് മത്സരം നടത്തിയത്. ബാൻഡ് സെറ്റ് മത്സരം കൂടാതെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായിട്ടുള്ള രചനാ മത്സരങ്ങളും ക്വിസ് മത്സരവും കലോത്സവത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച നടന്നു. ഈ മാസം 5, 6, 7 തീയതികളിലായി ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി മറ്റു മത്സരങ്ങൾ നടക്കും. ലിയോ 13 HSS ഹാളാണ് പ്രധാന വേദി. ആലപ്പുഴ ഉപജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്നായി 2737 വിദ്യാർത്ഥികൾ കലോത്സവത്തിലാകെ മാറ്റുരയ്ക്കും.
ഈ മാസം 5-ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഈ മാസം 7-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയാകുമെന്നും അധികൃതർ പറഞ്ഞു. ബാൻഡ് സെറ്റ് മത്സരം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഏതാണ്ട് 20 റൂമിലായിട്ട് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി രചനാ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറബി രചനാ മത്സരങ്ങൾ പ്രത്യേകം നടക്കുന്നുണ്ട്. സംസ്കൃതവും പ്രത്യേക രചനാ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ കഥ, കവിത, ഉപന്യാസം, അത് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, കന്നഡ, തമിഴ് ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ പ്രാദേശിക ഭാഷകളിലും നമ്മുടെ കലോത്സവ മാനുവൽ പ്രകാരമുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. 2.5 മണിക്കൂറാണ് മത്സരത്തിന്റെ ദൈർഘ്യം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നുമായി ഏതാണ്ട് 27-28 അധ്യാപകരാണ് റൂമുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന സന്ദേശമുയർത്തി പൊതുജനങ്ങൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ADM ആശാ C. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കുറേയധികം പേർക്ക് ഇതിനെക്കുറിച്ചൊന്നും വളരെ ധാരണ ഇല്ലാത്തവരുണ്ട്. ഇതേപോലെ തന്നെ RBIയുടെ ആ പോർട്ടലിൽ കയറി നോക്കിയാൽ നമ്മളുടേത് അറിയാമെന്നുള്ള കാര്യം പോലും ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവയർനെസ് സമൂഹത്തിന്റെ ഇടയിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ പണം ധാരാളമുള്ളവർക്ക് അതിനെക്കുറിച്ച് ബോധേഡല്ലായിരിക്കാം. ഒന്നുമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ ഇതേപോലെയുള്ള ഡഫ് അക്കൗണ്ടിൽ കിടക്കുന്ന പണം കാണും. അവരെ ബോധവാന്മാരാക്കേണ്ടത് എന്താണേലും നമ്മളുടെ ഒരു ബാധ്യത കൂടെയാണ്. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ നഷ്ടപ്പെടാതെ നോമിനികൾക്ക് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ബോധവൽക്കരണം നൽകുന്നതിനായി ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ C. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. SBI റീജിയണൽ മാനേജർ PV മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ M. അരുൺ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ മീനു അൻവർ, റിസർവ് ബാങ്ക് പ്രതിനിധി ശില്പ എന്നിവർ സംസാരിച്ചു. ധനകാര്യ മന്ത്രാലയം ആരംഭിച്ച നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ എത്തിയിരുന്നു. ക്ലെയിം ചെയ്യാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ലാഭവിഹിതങ്ങൾ, പെൻഷനുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട തുകകൾ ക്ലെയിം ചെയ്യുന്നതിന് ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും മറ്റു പ്രത്യേക സഹായ കൗണ്ടറുകളും അധികൃതർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ വിവിധ ബാങ്കുകളിലായി 128 കോടിയോളം രൂപയാണ് നോമിനികളെ കാത്തിരിക്കുന്നത്. നിലവിൽ തിങ്കളാഴ്ച നടത്തിയ ക്യാമ്പയിനിലൂടെ 2369 അക്കൗണ്ടുകളുടെ സെറ്റിൽമെന്റിലൂടെ 2,61,86,000 രൂപയോളം തീർപ്പാക്കിയതായി അധികൃതർ പറഞ്ഞു. വികസന സദസ്സുകൾ ജനങ്ങളെ കേൾക്കുവാനെന്ന് MS അരുൺകുമാർ MLA പറഞ്ഞു. ചെറിയനാട് പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരായ മനുഷ്യനെ കൃത്യമായി കണ്ടെത്തി അവരുടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ അവരുടെ വരുമാനം, ഭക്ഷണം, താമസം ഉൾപ്പെടെ എല്ലാ മേഖലയിലും 64,006 പേരെ കണ്ടെത്തി. ചെറിയനാട് പഞ്ചായത്ത് എത്ര പേരെ കണ്ടെത്തി? 4,006 പേരിൽ 44 പേർ ചെറിയനാട് പഞ്ചായത്തിലാണ്. ആ 44 പേരെയും പട്ടിണിയില്ലാത്തവരാക്കി, അതിദാരിദ്ര്യമില്ലാത്തവരാക്കി മാറ്റി ക്രെഡിറ്റ് ചെറിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിക്ക് മാത്രമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ആദ്യം വേണ്ടത് പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. ജനങ്ങളെ കേൾക്കുവാനും വികസന സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് പുതിയ പദ്ധതികൾ സൃഷ്ടിക്കാനുമാണ് സർക്കാർ വികസന സദസ്സുകൾ സംഘടിപ്പിച്ചതെന്ന് MS അരുൺകുമാർ MLA പറഞ്ഞു. ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലത മോഹൻ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VK വാസുദേവൻ, പഞ്ചായത്ത് സെക്രട്ടറി S. ബിന്ദു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാലിനി രാജൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ മനോജ് മോഹൻ, ഷൈനി ഷാനവാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സുനി രാജൻ, വിവേക്, ജയമോഹൻ, PK വത്സമ്മ, ശ്രീകുമാരി മധു, രജിത രാജൻ, ബിജു രാഘവൻ, KN സുരേഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ നായർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഷീദ് മുഹമ്മദ്, CDS ചെയർപേഴ്സൺ മഞ്ജു പ്രസന്നൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സദസ്സിൽ സംബന്ധിച്ചു.
പറവൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപകൻ പി പുരുഷോത്തമൻ നായരുടെ സ്മരണാർത്ഥമുള്ള പ്രഥമ പുരസ്കാരം മുതലക്കോട് ജയ്ഹിന്ദ് ലൈബ്രറിക്ക് നൽകി. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. വികസിപ്പിക്കണം എന്ന ഒരു ചിന്തയിൽ അതെല്ലാം എല്ലാ നിലയിലും നന്നായി ഇറങ്ങി പ്രവർത്തിച്ചു കൊടുക്കുന്ന വ്യക്തിത്വം എന്റെ പ്രിയപ്പെട്ട സാറിനെ കുറിച്ച് പറയാൻ കഴിയും. അനുസ്മരണ പ്രഭാഷണം കൊണ്ട് ദീർഘാഠ്യം പറയുന്നില്ല, സംസാരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നിശ്ചയമായി പുരുഷോത്തമനായ സാറിന്റെ പ്രവർത്തനം, സാറിന്റെ ഓർമ്മകൾ അതെല്ലാം അങ്ങേയറ്റ് നമുക്ക് ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ചടങ്ങ് നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചടങ്ങിൽ. പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകനും രക്ഷാധികാരിയും ദീർഘകാലം പ്രസിഡന്റുമായിരുന്ന പി പുരുഷോത്തമൻ നായരുടെ സ്മരണാർത്ഥമുള്ള പ്രഥമ പുരസ്കാരം കൈമാറി. മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള പി പുരുഷോത്തമൻ നായർ പുരസ്കാരം തൊടുപുഴ മുതലക്കോട് ജയ്ഹിന്ദ് ലൈബ്രറിക്കാണ് നൽകിയത്. 5000 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്ന പുരസ്കാരം എച്ച് സലാം MLA-യിൽ നിന്ന് ജയ്ഹിന്ദ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പുരുഷോത്തമൻ നായരുടെ കുടുംബാംഗങ്ങളും പറവൂർ പബ്ലിക് ലൈബ്രറിയും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരദാന ചടങ്ങിൽ ലൈബ്രറിയുടെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ S. അജയ്കുമാർ അധ്യക്ഷനായി. K. കുഞ്ഞച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി KV രാഗേഷ്, പുരുഷോത്തമൻ നായരുടെ മക്കളായ P. ഹരികുമാർ, P. ശ്രീകുമാർ, ലൈബ്രറി ഭരണസമിതി അംഗം M. മധു, VK. വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ശതാബ്ദി മന്ദിരം പൂർണ്ണസജ്ജമായി പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദേശത്തിലൂടെ ശതാബ്ദി മന്ദിരത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. PP ചിത്തരഞ്ജൻ MLA കോൺഫറൻസ് ഹാളും കൌൺസിൽ ഹാളും ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം കുടിശ്ശിക അടക്കം 9 കോടി രൂപയോളം വകയിരുത്തിയാണ് പെയിന്റിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി വർക്കുകൾ, ഗ്രിൽ വർക്കുകൾ, സീലിംഗ്, കൌൺസിൽ ഹാൾ, ഡയസ്, ലൈറ്റ്നിംഗ് അറസ്റ്റർ, ബാൽക്കണി ഷെയ്ഡ് വർക്കുകൾ, ലിഫ്റ്റ് സംവിധാനം എന്നിവയടക്കം പൂർത്തീകരിച്ചത്. കെട്ടിടത്തിന് പുറമെ നഗരസഭയുടെ പ്രവർത്തനത്തിനുള്ള വൈദ്യുതി, വാട്ടർ കണക്ഷനുകൾ, ഫർണിച്ചറുകൾ, ഇന്റർകോം സൗകര്യം, ക്ലോസ് സർക്യൂട്ട് വർക്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും തുടർന്ന് പുനഃക്രമീകരിച്ചു. 5 നിലകളിലായി 4200 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ശതാബ്ദി മന്ദിരത്തിൽ 140 വർക്ക് സ്പേസുകളും 18 ഓഫീസ് മുറികളും, കൌൺസിൽ ഹാൾ, 50 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, 15 പേർക്ക് ഇരിക്കാവുന്ന മീറ്റിംഗ് റൂം, കൌൺസിലർമാരുടെ മുറി, എല്ലാ നിലകളിലും ടോയ്ലറ്റ് സൗകര്യം, ലിഫ്റ്റ് സൗകര്യം എന്നിവയും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റവിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കുറ്റമാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ഈ ആലപ്പുഴ നഗരസഭ ഭരണസമിതി ചെയ്ത കുറ്റം എന്താണ് എന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ MLA-യും ആലപ്പുഴ MLA-യും പ്രതിദാനം ചെയ്യുന്ന 52 വാർഡുകളിൽ നല്ല 1-ാം നമ്പർ BMBC റോഡുകൾ ചെയ്തതാണോ ചെയ്ത കുറ്റം? റോഡുകൾ ഇടറോഡുകൾ ഇനിയും കാണാം, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ഇന്നുവരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത നിലയിലേക്ക് ഈ 52 വാർഡുകളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം അതിമനോഹരമായ സുന്ദരിയായി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു കുട്ടിയെ പോലെ ഈ നഗരത്തെ വൃത്തിയോടുകൂടി കാത്തുസൂക്ഷിച്ചതാണോ ചെയ്തിട്ടുള്ള കുറ്റം? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഭരണനിർവഹണത്തിൽ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത് തുടരണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ബാൻഡ് സെറ്റ് മത്സരത്തോടെ ആലപ്പുഴ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന സന്ദേശമുയർത്തി പൊതുജനങ്ങൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.